സുഹൃത്തുക്കളെ, നമുക്കിന്ന് അമ്മ, അച്ഛൻ, അണ്ണൻ, ചേച്ചി, മകൻ, മകൾ എന്നീ മലയാള പദങ്ങൾക്ക് സമാനമായ കന്നഡ പദങ്ങൾ നോക്കാം. അമ്മ, അമ്മയെന്നും പറയാം, തായി എന്നും പറയാം. അപ്പൻ, അച്ഛൻ എന്നൊക്കെയുള്ള മലയാള പദത്തിന് കന്നഡയിൽ അപ്പ, തന്തെ എന്നൊക്കെയാണ്. അണ്ണൻ എന്ന മലയാള പദത്തിന് കന്നഡയിൽ അണ്ണ എന്നാണ്. ചേച്ചിക്ക് അക്ക എന്നാണ്. മകന് മക, മകൾക്ക് മകളു എന്നാണ്. നമുക്കിനി ഈ വാക്കുകൾ വരുന്ന കുറച്ച് വാക്യങ്ങൾ കൂടി നോക്കാം. നമുക്കിനി ഓരോ വാക്യമായിട്ട് നോക്കാം. അച്ഛൻ ജോലിക്ക് പോയി. കന്നഡയിൽ അപ്പ കലസಕ್ಕೆ ಹೋದರು. ചേച്ചി എനിക്ക് മിഠായി തന്നു. അക്ക ನನಗೆ മിഠായി ಕೊಟ್ಟರು. എൻ്റെ മകൻ സ്കൂളിൽ പഠിക്കുന്നു. ನನ್ನ ಮಗ ಶಾಲೆಯಲ್ಲಿ ಓದುತ್ತಿದ್ದಾನೆ. എൻ്റെ മകൻ സ്കൂളിൽ പോകുന്നു. ನನ್ನ ಮಗ ಶಾಲೆಗೆ ಹೋಗುತ್ತಾನೆ. മകൾ പാട്ട് പാടുന്നു. മകളു ಹಾಡು ಹಾಡುತ್ತಿದ್ದಾಳೆ. അമ്മ ഭക്ഷണം കഴിച്ചോ? അതിന് കന്നഡയിൽ എന്താണ് പറയുന്നത്? അമ്മ ഊട്ട മാടിതര. ഏട്ടൻ എവിടെയാണ്? അണ്ണ എല്ലി ഇದ್ದಾನೆ. അച്ഛൻ എവിടെ? അപ്പ എല്ലി. നിങ്ങളുടെ വീട് എവിടെയാണ്? നിമ്മ മനെ എല്ലി ഇതേ. ഏട്ടൻ എവിടെ പോയിരിക്കുന്നു? അണ്ണ എല്ലി ಹೋಗಿದ್ದಾನೆ. നീ എന്തിനാണ് വന്നത്? നീനു യാക്കെ ബന്ദേ. മകൾ എന്തിനാണ് കരയുന്നത്? മകളു യാക്കെ അതുತ್ತಿದ್ದಾಳೆ. അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പ കലസಕ್ಕೆ ಹೋಗಿದ್ದಾರೆ. നമ്മൾ ആദ്യം തുടങ്ങിയ വാക്യം ഇതായിരുന്നു, അച്ഛൻ ജോലിക്ക് പോയി. അതെങ്ങനെയാണ് പറഞ്ഞത്? അപ്പ കലസಕ್ಕೆ ಹೋದರು. അത് സിമ്പിൾ പാസ്റ്റ്. ഇവിടെയോ അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ്. അതുകൊണ്ടാണ് വ്യത്യാസം വന്നത് അല്ലേ? അപ്പ കലസಕ್ಕೆ ಹೋಗಿದ್ದಾರೆ. ആ വ്യത്യാസം മനസ്സിലാക്കുക.